കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ ബുദ്ധിപൂർവമായ ആസൂത്രണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു മാറ്റമാണിത്. നമ്മൾ ഈ പ്രവർത്തനം ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെയല്ല. ഒരുപാട് മുൻകരുതലെടുത്തിട്ടുണ്ട്, ഒരുപാട് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രതിചലനമാണ് ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്. രണ്ട്, ഇവിടെ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്തൊരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അവരുടെ കുടുംബ സ്വത്തും കുടുംബ ഭദ്രതയും സംരക്ഷിക്കാൻ അവരെന്ത് വൃത്തികേടും ചെയ്യും, എവിടെയും അധികാരത്തെ കൊണ്ടുപോയി തുലക്കും എന്നതിൻ്റെ എത്രയോ തെളിവുകൾ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുകയാണ്. ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തോട് യോജിപ്പില്ല. അവർക്ക് പോലും അവരുടെ അഭിപ്രായമില്ല. പിണറായി വിജയൻ രാജിവെച്ച് പോകണമെന്ന് തന്നെ അവരുള്ളിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ CPM പോലത്തെ ഒരു പാർട്ടിക്കകത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് തലത്തിലാണ് ഇതിൻ്റെ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ ഫലമാണ് ഈ റിസൾട്ട്. യെസ്. ബി ജെ പിയുടെ ഇതിൻ്റെ അകത്തും CPM പങ്കുണ്ട്. സുരേഷ് ഗോപിയും CPM തമ്മിലുള്ള കരാറാണിത്. ആ കരാർ എന്തെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് സുരേഷ് ഗോപി എന്നതാണ് ആ ഉറപ്പ്. ആ ഉറപ്പിൻ്റെ പുറത്ത് CPM ഒരുപാട് വോട്ട് അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ വാർത്ത. സുരേഷ് ഗോപിയും CPM തമ്മിൽ സഖ്യം. കണ്ണൂരിലെ ഇടതുകോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്തടക്കം പ്രസിഡന്റിന് നല്ല ലീഡ് വന്നിട്ടുണ്ട്. എന്താണ് ഞങ്ങളാ ഉൾക്കൊള്ളുന്നു ജനം. ഞങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു. നല്ല പ്രവൃത്തി ചെയ്യുമ്പം അവരെ ജനങ്ങൾ അംഗീകരിക്കും. നമ്മളൊന്നും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാനോ രാഷ്ട്രീയം കൊണ്ട് എന്തെങ്കിലും പിണറായി വിജയൻ കളിക്കുന്ന കളിയൊന്നും കളിക്കാൻ ഞങ്ങളാരും ഇല്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാം ജനമനസ്സിന് വിധേയമായി അവരുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഞങ്ങൾ എന്തും ചെയ്യുന്നുള്ളൂ എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങളോട് വൈരാഗ്യമില്ല, ഞങ്ങളോട് വെറുപ്പില്ല, ഞങ്ങൾക്കെതിരെ വിമർശനമില്ല, ഒന്നുമില്ല. എവിടെ ഇന്ത്യ മുന്നണി എവിടെ എത്തി? നിങ്ങളെന്തിങ്ങനെ കുറച്ച് കാണിക്കുന്നത്? നമ്മൾ 5 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ 35, 40, 50, 60 സീറ്റ് കിട്ടുകയാണ്. അത്ഭുതമല്ലേ? പ്രതീക്ഷിക്കാത്ത റിസൾട്ടല്ലേ? ആ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് സമൂലമായ മാറ്റം വരും. ഒരു തർക്കവും വേണ്ട. ഇന്ത്യ മുന്നണി അതിന് കരുത്തുണ്ട് എന്നൊരു റിയാലിറ്റി ഈ ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതാണ് അതിൻ്റെ അർത്ഥം.